നിങ്ങളൊരു ഗുഹീൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആളല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം മാഗി കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇന്റർനെറ്റുള്ള ഒരു ഗുഹയിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും യൂട്യൂബ് നോക്കിയിട്ട് മാഗി ഉണ്ടാക്കിയിട്ടുണ്ടോ? ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ ഡെലീഷ്യസ് ഫാൻഡ മാഗി ഉണ്ടാക്കാൻ നോക്കാം. ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ അഭിപ്രായം പറയാം. ഇത് അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു മാഗിയാണ്. ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു. മാസത്തിൽ 1000-ലധികം രോഗികൾ. ഞങ്ങളുടെ 80% രോഗികൾക്കും വയറിളക്കം വരുന്നതിന് കാരണം മാഗിയാണ്. ഇതാണ് മുകേഷിന്റെ കഥ. ഞാൻ മുകേഷ്. ഞാനൊരു ഗുഹീൻ്റെ ഉള്ളിലാണ് ജീവിച്ചിരുന്നത്. ഇപ്പോഴതാ എനിക്ക് വയറിളക്കത്തിന് ഓപ്പറേഷനാണ്. ഞാൻ യൂട്യൂബിൽ നോക്കി ഫാൻഡ മാഗി ഉണ്ടാക്കിയതാ. ദൗർഭാഗ്യവശാൽ ഞങ്ങൾക്ക് മുകേഷിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മാഗി എക്സ്പെരിമെന്റ്സ് വയറിളക്കം ഉണ്ടാക്കും. മാഗി എക്സ്പെരിമെന്റ്സ് പൂപ്പിനെ നശിപ്പിക്കും. #SavePoop_SaveEarth. മാഗി 2 മിനിറ്റിനോട്. ബട്ട് ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും അത് 2 മിനിറ്റിൽ ഉണ്ടാക്കിയിട്ടില്ല. ബട്ട് പ്ലൂട്ടോ എന്ന് പറഞ്ഞ കുറച്ച് ഏലിയൻ യൂട്യൂബേഴ്സ് നമുക്ക് പഠിച്ചത് എങ്ങനെ മാഗി 2 മിനിറ്റിൽ ഉണ്ടാക്കാം, അതും 7 മിനിറ്റ്. ഇന്നത്തെ കാലത്ത് യൂട്യൂബേഴ്സ് കണ്ടന്റിന് വേണ്ടി മാഗിയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ കോള മാഗി, പെപ്സി മാഗി, മാസ മാഗി. നമ്മുടെ മാഗി മാസയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? തമിഴ്നാട്ടിലെ വെള്ളം അലർജിയാണ്. 2 minutes silence for his overacting. ഞാൻ വിചാരിച്ചത് 2 രൂപയുടെ ഓവറാക്ടിങ് വിജയ് മച്ചാനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ബട്ട് ഐ വാസ് റോങ്. കാരണം ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ബൂട്ട് ലുക്കിംഗ് ആസ് ലിക്കിംഗ് വീഡിയോസ് ആണ്. നിങ്ങൾ യൂട്യൂബ് പോയി മാഗി എന്ന് ടൈപ്പ് ചെയ്ത് അതിന്റെ അപ്പുറത്ത് എന്ത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താലും അതിന് മാഗി ഉണ്ട്. മാഗി ഷേക്ക്, മാഗി ഓറിയോ, മാഗി ഐസ്ക്രീം, മാഗി ഫോൺ കേസ്, സെക്സി മാഗി. ഇതിലെന്താ പ്രത്യേകത? ഇതിൽ ഓട്ട ഉണ്ടാവും. ജോണി സിൻസിന്റെ സ്പേം സെൽസിനൊക്കെ വെറൈറ്റി ടൈപ്സ് ഓഫ് മാഗി നമ്മുടെ ഇന്ത്യയിലുള്ള ഹോമോസേപ്പിയൻസ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഇന്ത്യക്കാരുടെ ക്രിയേറ്റിവിറ്റി ഇവിടെ കൊണ്ടൊന്നും തീർന്നു. മാഗിയെ കഴിക്കാൻ മാത്രമല്ല നമുക്ക് വേറെ പല കാര്യത്തിനും യൂസ് ചെയ്യാൻ പറ്റും. ഉദാഹരണം, തലേ ദിവസത്തെ പൊറോട്ടയും ബീഫിന്റെയും പവർ നിങ്ങൾ ക്ലോസറ്റിൽ ഇരുന്ന് റിലീസ് ചെയ്യുമ്പോൾ അറിയാതെ എങ്ങനെ ക്ലോസറ്റ് പൊട്ടി. ഇത് നിങ്ങൾ വീട്ടുകാരെ എങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾക്ക് ഫിയർ ഉണ്ടെങ്കിൽ വൈ ഫിയർ വെൻ മാഗി ഈസ് ഹിയർ. എന്റെ അഭിപ്രായം ഇത് തന്നെയാണ്. ഈ ലോകത്തുള്ള എല്ലാ ക്ലോസറ്റും മാഗി കൊണ്ട് ഉണ്ടാക്കണം. കാരണം കക്കൂസിലാരും വിശന്നിരിക്കാൻ പാടില്ല. നെസ്ലെ, ഗുഡ് പൂപ്പ് ഗുഡ് ലൈഫ്. നിങ്ങളുടെ വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾ ആശാരിനെയും കാർപ്പറ്റിനെയും ഒന്നും വിളിച്ച് ഇനി സമയം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ മാഗി ഉണ്ടെങ്കിൽ then that is the solution. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീട്ടിലെ ചെയർ പൊട്ടിയാൽ, വാഷ് ബേസ് പൊട്ടിയാൽ, ചീർപ്പ് പൊട്ടിയാൽ, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള റോഡ് ഓഫ് റോഡ് ആവാൻ കാരണം അത് മാഗി കൊണ്ട് ഉണ്ടാക്കാത്തതെന്നാ ഞാൻ പറയുള്ളൂ. ഹേ, ഇറ്റ്സ് എ ജോക്ക് മാൻ. മാഗി ഇന്ത്യയിൽ ബാൻ ആയപ്പോൾ കൂടി മാഗി ഇത്രയും വലിയൊരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടില്ല. ബാനായ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത് മാഗി ബാൻ ആയപ്പോൾ ഇവിടെ കുറച്ച് ഗേൾസ് ഇൻസ്റ്റഗ്രാം ബയോ ഐ ലവ് കുക്കിംഗ് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്നത്തെ കാലത്ത് ഏത് ഹോമോസോങ്കിന് മാഗി ഉണ്ടാക്കാൻ അറിയും. ബട്ട് മാഗി എങ്ങനെ കറക്റ്റ് ഉണ്ടാക്കാന്ന് നമ്മുടെ പ്രൊഫഷണൽ യൂട്യൂബേഴ്സ് നമുക്ക് പറഞ്ഞു തരും. നമ്മളിന്ന് ഉണ്ടാക്കാൻ ഒരു അടിപൊളി മാഗി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പാനിൽ എണ്ണ ഒഴിക്കണം. പാൻ അങ്ങോട്ട് വെക്കണം. അതിന് ശേഷം നമ്മുടെ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ച സവോളയും ക്യാബേജും കൂടെ അങ്ങ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം അതിനകത്ത് വേറെ എന്തെങ്കിലും ഇനി ഇടാനുണ്ട്. നിങ്ങൾക്ക് അടിപൊളി മാഗി ഉണ്ടാക്കാൻ നിങ്ങൾ രണ്ടാമതായി ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള ഉപ്പോട്ടോ കറുപ്പോരും വരെയുള്ള എല്ലാ മസാലയും അതിൽ കുത്തി നിറയ്ക്കുക. കുറച്ച് മണ്ണൊക്കെ വാരിയിട്ടോ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കരിഞ്ഞ റെസിപ്പി കിട്ടും. ഈ പറയുന്ന മസാലയൊക്കെ തന്നെയാണ് മാഗിയുടെ പാക്കറ്റ് മസാലയിലുള്ളത്. ജീവിതത്തിൽ മാഗിയുടെ പാക്കറ്റ് തിരിച്ചു നോക്കാത്ത പോങ്ങന്മാരാണ് നമുക്ക് മാഗി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. അടച്ച് മൂക്കാൻ വെക്കണം. അങ്ങനെ മൂത്തതിന് ശേഷം നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ നേരത്തെ എടുത്ത് വെച്ച 2 കവർ മാഗി പൊട്ടിച്ച് നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ആ മാഗിയുടെ കിട്ടിയ 2 കവർ മസാലയും കൂടെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടിപൊളി കരിഞ്ഞ മാഗി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് കാണുന്ന പോലെ ഒന്നുമല്ല, കഴിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളി സാധനമാണ്. കാണുന്ന പോലെയല്ല കഴിച്ചവർ 2 നേരം ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയില്ല എന്നാണ് അതിന് കമന്റ് ബോക്സിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫുഡ് പോയിസൺ അടിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. രൂപയുടെ മാഗി ശരിക്കും ഇതുപോലെയാണ് ഉണ്ടാക്കേണ്ടത്. വെയിറ്റ് എ മിനിറ്റ്, ഇപ്പൊ മാഗി 14 രൂപ. 2 വർഷം മുമ്പാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ 2 വർഷം മുമ്പ് മാഗി 12 രൂപ. ദാറ്റ് മീൻസ് 2 വർഷം മുമ്പ് 10 രൂപയുടെ മാഗി ഉണ്ടായിരുന്നില്ല. ആ വീഡിയോന്റെ ടൈറ്റിൽ എഴുതിയത് 2 മിനിറ്റ് കൊണ്ട് മാഗി ഉണ്ടാക്കാന്നാണ്. ബട്ട് 2 മിനിറ്റ് കൊണ്ട് ഹോമോസേപ്പിയൻ മാഗി ഉണ്ടാക്കുന്ന പറയുന്നത് ഇറ്റ്സ് ആൾമോസ്റ്റ് ഇമ്പോസിബിൾ. ആ വീഡിയോന്റെ തമ്മിലുള്ള നൂഡിൽസിന്റെ കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. ബട്ട് മാഗിന്റെ കളർ എന്ന് പറയുന്നത് യെല്ലോ ആണ്. ദാറ്റ് മീൻസ് ദ ഹോൾ ടൈറ്റിൽ ഈസ് എ ഫക്കിംഗ് ഫേക്ക്. ഹലോ, അസ്സലാമലൈക്കും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇന്ന് മാഗി ഉണ്ടാക്കാന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഈ വീഡിയോ ഫുള്ളി ഇരുന്ന് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ വീഡിയോന്റെ അടിയിൽ വെച്ചിട്ട് മാഗി മസാല ഇടുന്ന പറഞ്ഞിട്ട് ഒരു പാക്കറ്റിൽ മസാല ഇടുന്നു. ബട്ട് അത് മാഗിയുടെ മസാലയല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം മാഗിയുടെ മസാലയുടെ പാക്കറ്റ് എങ്ങനെയാണ്. ശരിക്കും ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മസാല ഈ നൂഡിൽസിന്റെ മസാല. മാഗിയാണെന്ന് പറഞ്ഞിട്ട് ഈ ചേച്ചി നമുക്കൊരു ചൈനീസ് നൂഡിൽസ് കാണിച്ച് നമ്മളെയൊക്കെ സ്കാം ചെയ്തോണ്ടിരിക്കുകയാണ്. ഐഫോൺ ഓർഡർ 5000 രൂപയുടെ ഐക്കൾ വന്നതുപോലെ.
റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും വലിയ സ്കാം നടത്തിയിട്ട് ഒരു ഉടുപ്പില്ലാണ്ട് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ പറയണം. ഇപ്പൊ ചെയ്യാം. ഇത് ലൈക്ക്, ഇത് സബ്സ്ക്രൈബ്. എന്താണെന്ന് അറിയില്ല ഇന്നത്തെ കാലത്ത് BGM ഓഫൊക്കെ കിഴങ്ങാ. എന്താണെന്ന് അറിയില്ല ഇന്നത്തെ കാലത്ത് യൂട്യൂബേഴ്സ് എല്ലാവരും മാഗിയുടെ പിന്നാലെ. ചില യൂട്യൂബേഴ്സ് ലിപ്സ്റ്റിക്കും മാഗിയും കൂടി നമ്മുടെ മുമ്പിൽ വെച്ച് അടിച്ചേരി നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യുന്നു. മൈക്ക് മാഗിന്റെ ഉള്ളിൽ പൂത്തി വെച്ചിരിക്കുകയാണ് തോന്നുന്നു. ചേച്ചിന്റെ വീട്ടിൽ ചാണകത്തെ ചോട്ടുന്ന സൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഒരു കഷ്ണം മാഗി എടുത്തിട്ട് അതേ മാർക്കറും കൊണ്ട് വരച്ചിട്ട് അത് വെള്ള പേപ്പർ വെച്ചാൽ ചൈനീസ് ഭാഷ വരുമെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ഒരു പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട്. വെയിറ്റ് മിനിറ്റ്, ഇവനത് ടെസ്റ്റ് ചെയ്യാൻ പോകണോ? ഇവനത് ടെസ്റ്റ് ചെയ്യാൻ മാത്രം അത്രയ്ക്കും വലിയ പോങ്ങനാണ്. അതിനുശേഷം നമ്മൾ ആ മാഗി പൊടിച്ചിട്ട് അതിൽ നിന്ന് ഒരു പീസ് മാഗി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പണിയാണ് നമ്മുടെ മാഗിയിൽ നമ്മുടെ മാർക്കറും കൊണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ കണ്ടോ ഗൈസ്, ആ എക്സ്പീരിയൻസ് പക്ക ഉടായിപ്പായിരുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഏത് ചോട്ടി ബച്ചിക്ക് അതാണ്ട് ഫേക്ക് ആണെന്ന് അറിയാൻ പറ്റും. ഇവനാണെങ്കിൽ അതുപോലെ വരച്ച് നോക്കി ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവന് ഫേക്ക് ആണെന്ന് മനസ്സിലാവും. കുറെ ഫേക്ക് വീഡിയോ ഉണ്ടാക്കുന്ന പോകന്മാര് അത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ കുറെ വാഴകൾ, ഇതുപോലുള്ള ബ്ലെൻഡേഴ്സിനെതിരെ ഒറ്റയ്ക്ക് പോരാടുന്ന എന്നെ പോലുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് അടിക്കണം. ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡാണ് മാഗി കുറെ വർഷങ്ങളായിട്ട് കൊല്ലാക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വൃത്തിയില്ലാത്ത സ്ട്രീറ്റ് ഫുഡ് എവിടത്തേനും ചോദിച്ചാൽ ഞാൻ ധൈര്യത്തോടെ പറയും, അഭിമാനത്തോടെ പറയും, അത് ഇന്ത്യത്തെയാണ്. ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചുള്ള മുട്ടായാണ് ഈ കടല മുട്ട. ഓരോ പക്ഷേ കഴിക്കുമ്പോഴും ഞാൻ അങ്ങനെ വണ്ടടിച്ചിരിക്കാറുണ്ട്. എല്ലാ മുട്ടയ്ക്ക് ഇങ്ങനെ കറക്റ്റ് ഐക്കോണിക് ടേസ്റ്റും ആ കറക്റ്റ് ഐക്കോണിക് റൗണ്ട് ഷേപ്പും കിട്ടണമെന്ന്. ബട്ട് എനിക്ക് ഇപ്പോഴാണ് ഇതിന്റെ ആൻസർ കിട്ടിയത്. അയാളുടെ കയ്യിലുള്ള ആ തുരുമ്പിടിച്ച റിങ് വെച്ചിട്ടാണ് അയാൾ ആ ഐക്കോണിക് ഷേപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഐക്കോണിക് ഫ്ലേവറിന് വേണ്ടി അയാൾ കുറച്ച് തറയിട്ട് ഉരയ്ക്കുന്നുണ്ട്. കടലമുട്ട അതിന്റെ ക്രിസ്പിനെസ്സിന് വേണ്ടി അയാളുടെ കാലിന്റെ അടിയിലുള്ള കുറച്ച് ചളിയെ കയ്യിൽ വരുത്തിയേക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കടലമുട്ട ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇത്രയും ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത്. ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് അഡിക്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഫുഡാണ് ഈ പാനിപ്പൂരി. ഏത് സ്പെഷ്യൽ മസാല കൊണ്ടാണോ അത് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഓരോ പക്ഷെ അത് കഴിക്കുമ്പോൾ ഞാൻ അഡിക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കണം. ഇന്ന് ഞാൻ യൂട്യൂബ് തുറന്നു നോക്കിയപ്പോൾ മനസ്സിലായത് ആ സ്പെഷ്യൽ മസാല എന്താണെന്ന്. ഈ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂട്യൂബിനകത്ത് തന്നെ ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അതെല്ലാം കൂടി ഈ വീഡിയോ കുത്തി നിറയ്ക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. അതൊരു നമുക്ക് സെപ്പറേറ്റ് കണ്ടന്റ് ആയിട്ട് തന്നെ ചെയ്യാം. ഞാനൊരു 1 വീക്ക് യൂട്യൂബിനകത്തൊന്ന് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാത്തത്. ബട്ട് ഇനി മുതൽ ഓരോ ആഴ്ചയിൽ ഓരോ വീഡിയോ എങ്കിലും ഞാൻ മിനിമം അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഒരു അടിപൊളി കിടിലിന് റീസ് റോസ്റ്റ് വീഡിയോ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തോളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.